വിദ്യാപീഠത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാപീഠം നിങ്ങൾക്കായുള്ള ഒരു അൾട്ടിമേറ്റ് ലേണിംഗ് സൊല്യൂഷനാണ്. കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ സെറ്റ് എക്സാം എന്താണെന്നും അതിൻ്റെ പേർപ്പസ് എന്താണെന്നും കണ്ടക്റ്റിംഗ് അതോറിറ്റി ആരാണെന്നും എക്സാമിനേഷൻ സ്ട്രക്ചർ എന്താണെന്നും ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥിരമായുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. അതായത് സെറ്റ് എക്സാം ആർക്കൊക്കെ എഴുതാം, അതുപോലെ സെറ്റ് എക്സാം എഴുതുന്നതിനായി ടീച്ചിങ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടോ, അതുപോലെ ഏജ് ലിമിറ്റ് എന്താണ് ഈ പരീക്ഷ എഴുതുന്നതിനായിട്ട്, ദെൻ എത്ര അറ്റംപ്റ്റ് വരെ നമുക്ക് സെറ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കും, അങ്ങനെ എഴുതി പാസ്സായി കഴിഞ്ഞാൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എത്ര വർഷം വരെ വാലിഡാണ്. ഇങ്ങനെ സ്ഥിരമായി വരുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു വീഡിയോയിലേക്ക് പോകാം. സെറ്റ് എക്സാം എഴുതുന്നതിനായിട്ട് സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഏതൊരു കാൻഡിഡേറ്റിനും 50% കുറയാത്ത ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി മാത്രമാണ് ആവശ്യം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഒപ്പം BEd ഡിഗ്രിയും. LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി അവരുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ഫോളോ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ഏജ് ലിമിറ്റ് ഒരു പ്രശ്നമല്ല. അതായത് സെറ്റ് എക്സാം എഴുതുന്നതിനായി ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. സെറ്റ് എക്സാം എഴുതുന്നതിനായി നിങ്ങൾക്ക് അധ്യാപനത്തിൽ മുൻ പരിചയം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയും ഇല്ല. മാത്രമല്ല കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതുന്നതിനായിട്ട് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺസ് ആയിരിക്കണം എന്നുള്ളൊരു നിബന്ധനയുണ്ട്. PG ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും BEd കംപ്ലീറ്റ് ചെയ്തവർക്കും സെറ്റ് എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉള്ളത്, സെറ്റ് എക്സാം വൺസ് പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കംപ്ലീറ്റ് ആയതിൻ്റെ പ്രൊവിഷണൽ വിത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇതിനൊപ്പം ആപ്ലിക്കേഷനൊപ്പം അയച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട്. അടുത്ത് നമുക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എത്ര പ്രാവശ്യം വരെ നമുക്ക് സെറ്റ് എക്സാം എഴുതാമെന്നുള്ളത്. നമുക്ക് നമ്പർ ഓഫ് ടൈംസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റും ഇല്ല എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ചുള്ളൊരു കാര്യം. അതായത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതി ശ്രമിക്കാവുന്നതാണ്. അടുത്ത് പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട ചില ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ്. പരീക്ഷ എന്ന് പറയുന്നത് ഒരു പേപ്പറിൻ്റെ ഡ്യൂറേഷൻ 2 മണിക്കൂറായിരിക്കും. അങ്ങനെ 2 പേപ്പറുണ്ട് നമുക്ക്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് ഓരോ ചോദ്യത്തിനും 1 മാർക്കായിരിക്കും ക്യാരി ചെയ്യുന്നത്. അതായത് നമുക്ക് 120 ചോദ്യങ്ങൾക്ക് 120 മാർക്ക് പേപ്പർ 1, ദെൻ പേപ്പർ 2 എന്ന് പറയുന്നത് 120 ചോദ്യങ്ങൾ 1 മാർക്ക് വീതം. അങ്ങനെ ടോട്ടൽ 240 മാർക്കാണ് നമുക്കായിട്ട് വരുന്നത്. എക്സെപ്റ്റ് മാത്തമാറ്റിക്സിനും സ്റ്റാറ്റിസ്റ്റിക്സിനും, കാരണം അതിൽ 1.5 മാർക്കായിരിക്കും ഒരു ചോദ്യം ക്യാരി ചെയ്യുന്നത്. ദെൻ ആൻസർ കീ എന്ന് പറയുന്നത് നമ്മൾ എക്സാം എഴുതി ഉടനെ തന്നെ റിലീസ് ചെയ്യും അവർ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. അതുപോലെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ലൈഫ് ടൈം കേരള സെറ്റ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. ദെൻ SC/ST സ്റ്റുഡൻസിനെ സംബന്ധിച്ച് മാർക്ക് കൺസെഷൻസ് ഉണ്ട് ആ റിസർവ്ഡ് കാറ്റഗറീസിന്. പിന്നെ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ക്വാളിഫൈഡ് ആയ വ്യക്തികൾ, മറ്റു കോഴ്സുകൾ ചെയ്തിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം ഇതിന് എലിജിബിൾ അല്ല. അതുപോലെ മിനിമം കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 40%, OBC മറ്റ് ക്രീമി ലെയർ നോൺ ക്രീമി ലെയർ കാറ്റഗറിക്ക് 35%മാണ് പാസ്സാവാനായിട്ട് ഒരു പേപ്പറിന് ആവശ്യമായിട്ട് വരുന്ന ശതമാനം എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജിലൂടെ നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പേപ്പർ 1ന് 40 മാർക്സ്, അതുപോലെ പേപ്പർ 2ന് 40 മാർക്സ്. ദെൻ ടോട്ടൽ ഓവറോൾ 48% ഉണ്ടായിരിക്കണം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജനറൽ കാറ്റഗറിയിൽ നമ്മൾ പാസ്സായി എടുക്കുന്നതിനുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത്. OBCക്ക് അത് കുറവായിരിക്കും, 35. ദെൻ ഓവറോൾ 45 ആയിരിക്കും. ദെൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് അതുപോലെ SC/STയെ സംബന്ധിച്ച് 35 ഓവറോൾ എന്ന് പറയുന്നത് 40 ആയിരിക്കും. ദെൻ നമ്മൾ ഫേസസ് ഓഫ് എക്സാം പറഞ്ഞിരുന്നു. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 2 പേപ്പറാണ് നമുക്ക് വരുന്നത്. സബ്ജക്ട്സ് എന്ന് പറയുന്നത് പേപ്പർ 1ന് ജനറൽ നോളജും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും, പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മളുടെ
നമ്മളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പ്രധാന വിഷയം എന്താണോ ആ വിഷയത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ ആ പേപ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ടോട്ടലി 31 സബ്ജക്ട്സിലാണ് എക്സാം നടക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 240 ചോദ്യങ്ങൾ, 240 മാർക്ക്. ഒരു ചോദ്യത്തിന് 1 മാർക്ക് എന്നുള്ള രീതിയിൽ. ഇത് ഡിഫറെൻ്റ് ആവുന്നത് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും സബ്ജക്ട്സ് എടുത്തിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് മാത്രമായിരിക്കും. ഡ്യൂറേഷൻ ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് പേപ്പർ 1-ന് 2 മണിക്കൂറും പേപ്പർ 2-ന് 2 മണിക്കൂറും, അങ്ങനെ 2 സെറ്റായിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. ദെൻ ടെസ്റ്റ് സെൻറ്റേഴ്സ് എവിടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 14 ജില്ലകളിലും, കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ കേരളത്തിലെ ഉടനീളം 14 ജില്ലകളിലും സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ജില്ല ഏതാണോ അല്ലെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ജില്ല ഏതാണോ അത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സെൻറ്റർ അലോട്ട് ചെയ്തു തരും എന്നുള്ളതാണ്.